ഹലോ ഫ്രണ്ട്സ്, ഞാൻ പളനിക്ക് പോവുകയാണേ. ഞാനത് മുട്ടയടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അവിടെ. അപ്പോൾ ഈ മുട്ടയടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഒരുപാട് ലേറ്റായിപ്പോയി. ഇപ്പോൾ 8:30 തോന്നുന്നു ട്രെയിന്. 8:45 തോന്നുന്നു. നമ്മളെ ഇവിടെ 8:15 ഗായ്സ്. ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ട്രെയിന് കിട്ടി. അമൃത എക്സ്പ്രസ് ആണ് കിട്ടിയത്. ചപ്പാത്തി ബിരിയാണി അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് കാപ്പിയും അങ്ങനെ വാഴക്കപ്പൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. ഫ്രണ്ട്സ്, ഇത് പിറ്റേന്ന് രാവിലെയാണ്, നമ്മൾ പോയതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ്. അങ്ങനെ നമ്മൾ ഈ തമിഴ്നാട് എത്തിയായിരുന്നു. തമിഴ്നാട് ഗ്രാമപ്രദേശത്തോടെയുള്ള യാത്രയാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഭംഗിയാ നോക്കി. രാത്രി ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു. പിന്നെ രാത്രി വേറെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പറ്റിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ, കൃഷികൾ, നമ്മളെ തെങ്ങിൻ്റെ കൃഷികൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകൾ. എന്താ കാഴ്ചയാണെന്നൊന്ന് നോക്കിയ ഫ്രണ്ട്സ്. ഇത് നമ്മൾ കാണുന്നത് കാറ്റാടിയാണ്. കാറ്റാടി കറണ്ട് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാറ്റാടികളൊക്കെ അങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. മലയല്ല, അത് കല്ലാണ്, പാറ. ഫ്രണ്ട്സ്, ഇത് കണ്ടോ ഈ ട്രെയിന്? ഇത് കാർഗോ ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കാണാൻ സാധിച്ചു. 2 ഇഞ്ച് 2 വെച്ചേക്കുന്നു തോന്നുന്നു. നമ്മൾ പുഷ്പ ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത്. കണ്ടോ ഗായ്സ്, ഇത് പെട്രോളിയം പ്രോഡക്റ്റാണ്. ഫുള്ള് പെട്രോളാണ്. പെട്രോൾ ഒന്ന് കണ്ടോ. ഇതെന്താ കാഴ്ച നോക്കി. ഇതുപോലത്തെ കാണാത്ത കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കണ്ടോ എൻ്റെ കാഴ്ചയെ നോക്കി. ഫുള്ള് പെട്രോളാണ്. കണ്ടോ ഫ്രണ്ട്സ്, കൃഷിസ്ഥലങ്ങളാണ്. ഫുള്ള് കൃഷിസ്ഥലങ്ങളാണ്. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശത്തിലെ കൃഷിസ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്ന കാഴ്ച. എന്ത് കാഴ്ചയാണ് നോക്കി. ഇത് കണ്ടോ. ഇത് കപ്പലിൻ്റെ കൃഷിയാണ്. കണ്ടോ ഇത് ഭംഗിയാ നോക്കി. അങ്ങനെ നമ്മൾ പളനിക്കെത്തിയായിരുന്നു ഗായ്സ്. നമ്മൾ പളനിക്കെത്തി.
എത്തി. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അവിടെ കുറച്ച് കുതിരസവാരിയൊക്കെ കണ്ടായിരുന്നു. ഇവിടെ ഒന്നും നമ്മൾ വിശ്വസിക്കില്ല കേട്ടോ, ഓരോരുത്തരും ഓരോ റേറ്റാണ്. പിന്നെ കുറച്ച് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ അങ്കിള് 150 പറഞ്ഞ് അപ്പുറത്തെ ആള് 200 പറഞ്ഞു. അങ്ങനെ കുറച്ച് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയാണ് അവരെ ഇത് ഇടപെടാനൊക്കെ. നമ്മൾ കയറിയ കുതിര സവാരിക്ക് 200 ആയിരുന്നു. അപ്പോൾ പുള്ളി അമ്പലത്തിൻ്റെ അടുത്ത് എത്തിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ 150 ആയാലും 200 ആയാലും എല്ലാവരും അമ്പലത്തിൻ്റെ അടുത്താണ് നിർത്തുന്നത്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കുതിര സവാരി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് മുരുകൻ്റെ അമ്പലത്തേക്ക്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. 30 വർഷമായിട്ട് ഈ ജോലി ചെയ്യുന്നെന്നാണ് പറയുന്നത്. ടെമ്പിള് ആ കാണുന്നതാണ് ടെമ്പിള്. നമ്മൾ പോകുന്നു മലയ്ക്ക് മുകളിലാണ്. ഫ്രണ്ട്സ് കണ്ടോ, പുള്ളി ഒരു ബ്രോക്കറിൻ്റെ അടുത്താണ് നമ്മളെ കൊണ്ട് നിർത്തിയത്. അപ്പോൾ നമ്മൾ ആ തട്ടിപ്പിലൊന്നും വീഴാൻ നിൽക്കരുത്. ഈ കണ്ടോ, ഈ ബ്രോക്കർമാരാണ് ഈ നമ്മളെ ഒരുപാട് പൈസയൊക്കെ തട്ടിക്കുക അവർ. അപ്പോൾ നമ്മൾ നോക്കിയാണ് പോവാൻ. ഇവർ ഈ പറയണ കാര്യങ്ങളെല്ലാം ഫുള്ളും വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ അമ്പലത്തിൽ ഡയറക്റ്റാണ് പോകുന്നതാണ് നല്ലത്. ഫ്രണ്ട്സ്, നമ്മൾ മുട്ടയടിച്ച് പതുക്കെ അമ്പലത്തിലോട്ട് കയറണം. വേണ്ട, നമ്മൾ പാലഭിഷേകത്തിന് എല്ലാം പാലൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് കിറ്റും കിറ്റ് കാണിച്ചേ തുറന്ന് കാണിച്ചേ. കിറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ്. അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അമ്പലത്തിൽ കയറുകയാണ്. പോവുകയാണ്. ഗായ്സ്, നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിലോട്ട്. ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല. അപ്പോൾ അവിടെ എത്താറായി. നമ്മൾ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അമ്പലം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അടുത്ത കാണാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ തലയിലെ മഞ്ഞ് എല്ലാം കഴുകി കളഞ്ഞായിരുന്നു. പളനിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഇതാണ് നമ്മുടെ വ്ളോഗ്. നമ്മൾ പഞ്ചാമൃതം വാങ്ങിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ പിറകെ വരും. അപ്പോൾ ബൈ ഗായ്സ്. നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഗേറ്റ് വഴിയാണ് ഇറങ്ങണം. ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ നിൽപ്പുണ്ട്. കണ്ട നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരുപാട് കച്ചവടക്കാരാണ് കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങോട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂടുതലാണ് കച്ചവടക്കാർ. എല്ലാവരും ഇങ്ങോട്ട് വന്നാണ് ചോദിക്കുന്നത് സാധനങ്ങൾ വേണോ. ഫോട്ടോകൾ, പാത്രങ്ങൾ എല്ലാം ഓഫേഴ്സ് വിലയിലാണ് ഇവിടെ കൊടുക്കുന്നത്. 200-250 രൂപ. പളനിയിലെ ആരും കാണിക്കാത്ത കാഴ്ചകളാണ് ഫ്രണ്ട്സ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അകത്തോട്ടൊന്നും ഫോണ് അലൗഡ് അല്ലായിരുന്നു, അതാണ് കൊണ്ടുപോകാത്ത. മാലകളൊക്കെ കിടപ്പുണ്ട് ആ കടയിൽ. ഇവിടെ നോക്കുക ഗൈസ്. സ്വീറ്റ്സിൻ്റെ കേക്ക് എല്ലാം ഉണ്ട് ഇവിടെ. ഹലുവ, വെറൈറ്റി ഐറ്റംസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക വീഡിയോ. അതിലാണ് നമ്മളെ വിജയം.
ജിൽ പൂങ്കി അതെ ഇതല്ല ഇത് പിന്നെ ഫ്രണ്ട്സ് ഇതേപോലത്തെ ബ്രോക്കർമാർ ഒരുപാടുണ്ട്. ഇതേപോലെ സൈഡുകളിൽ ഇരിപ്പുണ്ട്. ആരെയും വിശ്വസിക്കരുത്, പൈസ നമ്മൾ പോകും കേട്ടോ. ഇതാണ് നമ്മുടെ വീഡിയോ. നമ്മൾ ഇവിടെ തിരിച്ച് ഓട്ടോയിൽ ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. നമ്മൾ അളങ്ങിൻ്റെ യാത്ര കഴിയാറായി. അപ്പോൾ ബൈ. പഴനി ഡിപ്പോയിൽ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പൈസ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പളനിയുടെ വീഡിയോ കഴിഞ്ഞ് നമ്മളിൻ്റെ വീട്ടിലോട്ട് തിരിച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം 5:30 6 മണിയാകുമ്പോൾ നമുക്ക് ട്രെയിൻ വരും. അമൃത എക്സ്പ്രസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബൈ ഗൈസ്.